तो हमने पढ़ा कि कमली ने क्या तीन लिखा है ना। तीन लाइन लिखा, क्या क्या था? खोदे खरट खरट, उसके बाद सरके सरर सरर, उसके बाद देखे ഇധർ ഉധർ. സോ 3 ലൈൻ വരെ എഴുതി. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് നോക്കാം നമുക്ക്. कमली का गीत लगभग बन गया था, बस एक पंक्ति और जोड़नी थी. उसने देखा कि कुछ हिरण कूद कूद कर दौड़ रहे हैं. वह खुश होकर बोली, कूदे डगर डगर. ഓക്കെ, സോ 3 ലൈൻ എഴുതി. അടുത്ത 4ാമത്തെ ലൈനിന് വേണ്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് എന്താണ് കമലി കണ്ടത്? കമലി കാ ഗീത് ലഗ്ഭഗ് ബൻ ഗയാ ഥാ, ഓൾമോസ്റ്റ് ഫിനിഷ് ആവാൻ പോവുകയായിരുന്നു. ബസ് ഏക് ഓർ പങ്ക്തി ചാഹിയേ ഥി. പങ്ക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ. ഒരു ലൈനും കൂടെ ആവശ്യമുണ്ടായിരുന്നു. സോ എന്താണ്? ഉസ്നെ ദേഖാ കി കുച്ച് ഹിരൺ, ഹിരൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ. കുച്ച് ഹിരൺ കൂത് കൂത് കർ ദോഡ് രഹേ ഹേ, അല്ലെ? ഹിരൺ, മാൻ ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ജമ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓടുന്നത്, അല്ലെ? സോ തുള്ളി 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 ചാടി ചാടിക്കൊണ്ട് ഇങ്ങനെ ഓടുന്നത്. സോ അത് കണ്ടുകൊണ്ട് കമലി എന്ത് ലൈൻ എഴുതി? വ ഖുഷ് ഹോക്കർ ബോലി കൂതേ ഡഗർ ഡഗർ. ഓക്കെ, സോ ആ ചാടി പോകുന്ന മാൻ ഇങ്ങനെ ചാടി പോകുന്ന കണ്ടിട്ട് കമലിക്ക് എന്താണ്? കൂതേ, ചാടി തുള്ളി ചാടിക്കൊണ്ട് ഇങ്ങനെ പോവാണ്. സോ കൂതേ ഡഗർ ഡഗർ. ഓക്കെ, ആ തുള്ളി ചാടുന്ന കണ്ടിട്ട് 4ാമത്തെ ലൈൻ എഴുതി, കൂതേ ഡഗർ ഡഗർ. ഓക്കെ, നെക്സ്റ്റ്. कमली की खुशी का ठिकाना नहीं था, उसका गीत पूरा बन चुका था. सो कमली की खुशी का ठिकाना नहीं था എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീ വാസ് വെരി ഹാപ്പി. खुशी का ठिकाना नहीं था मतलब शी वाज वेरी हैप्पी. ओके, कमली की खुशी का ठिकाना नहीं था, उसका गीत പൂരാ ബൻ ചുക്കാ ഥാ. സോ കമലിയുടെ എന്താണ്? പോയം അല്ലെങ്കിൽ സോങ് ഫിനിഷ് മുഴുവൻ എഴുതി കഴിഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? 4 ലൈനുള്ള പാട്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഖോദേ ഖരട് ഖരട്, സർക്കേ സരർ സരർ, ദേഖേ ഇധർ ഉധർ, കൂദേ ഡഗർ ഡഗർ. ഓക്കെ, ഖോദേ ഖരട് ഖരട്, എലിയെ കണ്ടിട്ട് ഖോദേ ഖരട് ഖരട് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിക്കുന്ന ആ സൗണ്ടിന് കേട്ടിട്ട്, എലി ഇങ്ങനെ തുരക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഖോദേ, ഖോദേ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴിക്കുക. ഖോദേ ഖരട് ഖരട്. പിന്നെന്താണ് നെക്സ്റ്റ്? ആമയെ കണ്ടിട്ട് സർക്കേ സരർ സരർ, അല്ലെ? സർക്കേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെ നിരങ്ങി നീങ്ങുക. ഓക്കെ, സർക്കേ സരർ സരർ, ദേഖേ ഇധർ ഉധർ, മുയലിനെ കണ്ടോട്ട് എന്താണ്? ദേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, അല്ലെ? മുയൽ നമ്മുടെ പുല്ലിന്റെ പുറകിൽ ഇരുന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നത് കണ്ടിട്ട് എന്തെഴുതി? ദേഖേ ഇധർ ഉധർ, ദേഖേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എഴുതി. അടുത്തത് ലാസ്റ്റ് എന്താണ്? മാൻ ചാടി ഓടിപ്പോകുന്നത് കണ്ടിട്ട്, ചാടി നടക്കുന്നത് കണ്ടിട്ട് എന്തെഴുതി? കൂതേ ഡഗർ ഡഗർ. സോ 4 ലൈനുള്ള കമലിയുടെ എന്താണ്? പാട്ട് റെഡിയായി. ഓക്കെ, कमली जब घर पहुंची तब तक रात हो चुकी थी. कमली सुबह होने तक की प्रतीक्षा नहीं कर सकती थी, इसलिए उसने रात को ही सभी औरतों को बुलाया और कहा, मैंने भी गीत बना लिया है और मैं आप सभी को सुनाना चाहती हूँ. सभी औरतें आश्चर्य से बोली, अच्छा सुनाओ. സോ കമലി ജബ് ഘർ പൗഞ്ചി, കമലി വീട്ടിലെത്തിയപ്പോൾ എന്താണ്? തബ് തക് രാത് ഹോ ചുക്കി തീ, കമലി വീട്ടിലെത്തിയപ്പോഴത്തേക്കും എന്താണ്? രാത്രിയായി കഴിഞ്ഞിരുന്നു, അല്ലെ? വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി. എപ്പോഴാണ്? വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. എന്താണ്? പാട്ട് എഴുതാൻ വേണ്ടി, ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. സോ 4 ലൈൻ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്? വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എന്തായി? രാത്രി ആയിരുന്നു. തബ് തക് രാത് ഹോ ചുക്കി थी. കമലി സുബഹ ഹോനെ തക് की प्रतीक्षा नहीं कर सकती थी. എന്താണ്?
സോ രാവിലെ വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലായിരുന്നു കമലിക്ക് അല്ലെ. എന്താണ്, ഞാൻ എഴുതിയ പാട്ട് എല്ലാരെയും ഒന്ന് പാടി കേൾപ്പിക്കണം. സോ രാത് സുബഹ ഹോനെ തക് की प्रतीक्षा नहीं कर सकती थी. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റ് ചെയ്യുക. രാത്രി രാവിലെ ആവുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലായിരുന്നു കമലിക്ക്. സോ എന്താ ചെയ്തത്, इसलिए उसने रात को ही सभी औरतों को बुलाया. സോ രാത്രി തന്നെ എന്താണ്, നമ്മുടെ കിണറിന്റെ അവിടെ വരാറുള്ള എല്ലാ സ്ത്രീകളെ എന്താണ് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്, മേനെ ഭി ഗീത് ബനാ ലിയാ ഹേ, ഞാനും ഒരു എന്താണ് പാട്ട് എഴുതി അല്ലെ. ഓർ മേ ആപ് സഭി കോ സുനാന ചാഹത്തി ഹൂം, എനിക്ക് നിങ്ങളെ എല്ലാവരെയും എന്താണ് അത് പാടി കേൾപ്പിക്കണം. സോ സഭി ഓരത്തെയും ആശ്ചര്യസേ ബോലി. സോ അത് കേട്ടപ്പോ എല്ലാവരും ഭയങ്കര ആശ്ചര്യമായി അല്ലെ. കാരണം എന്താണ്, കിണറിന്റെ അവിടെ വെള്ളം എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഈ കമലി ഒരു പാട്ട് പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ. സോ കമലി ഒരു പാട്ട് എഴുതിയെന്ന് കേട്ടപ്പോ എന്താണ്, എല്ലാവർക്കും ഭയങ്കര ആശ്ചര്യമായി. സോ എല്ലാരും എന്ത് പറഞ്ഞു, അച്ഛാ സുനാओ, ആഹാ ഓക്കെ ശരി എന്ന് ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ. സോ എന്താണ്, ഉസി സമയ पास ही के एक घर में कुछ चोर दीवार में छेद करके घर के अंदर घुसने की कोशिश कर रहे थे. कमली ने गीत गाना शुरू किया. എന്താണ് ഇപ്പൊ കമലി എല്ലാവരെയും രാത്രി നമ്മൾ പഠിച്ചു എന്താണ്, കമലി രാത്രി തന്നെ അവിടെ വരുന്ന എല്ലാ സ്ത്രീകളെയും വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്തിനാണ്, കമലിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി. സോ എല്ലാ സ്ത്രീകളും വന്ന് അവിടെ നിന്നു. എന്തിനാണ്, കമലി പാടാൻ പോകുന്ന പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്. സോ അവിടെ അതേസമയം അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഉസി സമയ പാസിക്ക് ഏക്ക് ഘർമേ, അടുത്തുള്ള ഒരു വീട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്, കുച്ച് ചോർ എന്ന് പറഞ്ഞാൽ എന്താണ്, കള്ളന്മാർ. കുച്ച് ചോർ दीवार में छेद करके घर के अंदर घुसने की कोशिश कर रहे थे. പിക്ചർ കാണുന്നില്ലേ, ഒരു വീടിന്റെ എന്താണ് ഭിത്തി തുറന്നിട്ട്, ഭിത്തിയില് ഛേദുണ്ടാക്കി ഒരു എന്താണ് ഒരു തുറന്നിട്ട് അതിനകത്ത് ഒരു തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ രണ്ട് കള്ളന്മാര്. ഓക്കെ. സോ കമലി എല്ലാരും അവിടെയുള്ള സ്ത്രീകളെയൊക്കെ വിളിച്ച് പാട്ട് പാടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് തന്നെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്, അടുത്തുള്ള വീട്ടില് എന്താണ് രണ്ട് കള്ളന്മാര് എന്താണ് അവരുടെ വീടിന്റെ ഭിത്തി തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്തർ ഘുസ്നേക്ക് കോശിഷ് കർ രഹേ ഥേ. സോ ഇപ്പുറത്ത് എന്താ നടക്കുന്നത്, കമലിനെ ഗീത് ഗാന ശുരു കിയ. സോ എന്താണ് സംഭവിക്കുന്നത്, കമലിയുടെ ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു, ഖോദേ ഖരഡ് ഖരഡ് ഖോദേ ഖരഡ് ഖരഡ്. സോ ഇവിടെ നടക്കുന്ന സംഭവത്തിന് മാച്ചിങ് ആയിട്ടാണ് കമലി പാട്ട് പാടുന്നത്. പക്ഷെ കമലി അറിയുന്നില്ല അവിടെ കള്ളന്മാർ അവിടെ എന്താണ് ഭിത്തി തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. സോ ഫസ്റ്റ് ലൈൻ എന്താണ്, ഖോദേ ഖരഡ് ഖരഡ് ഖോദേ ഖരഡ് ഖരഡ്. അത് കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്, ചോർ സുൻകർ റുക്ക് ഗയേ, कुछ देर बाद वे छेद में से सरक कर घर के अंदर घुसने लगे. उसी समय कमली ने गाया, सर के सरर सरर सर के सरर सरर. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതായത് കള്ളന്മാര് ചെയ്യുന്ന പ്രവൃത്തിക്ക് മാച്ച് ആയിട്ടാണ് എന്താണ് കമലിയുടെ പാട്ട്. സോ അതൊരു ആക്സിഡന്റലി സംഭവിച്ചതാണ് അല്ലെ, അറിഞ്ഞോണ്ടല്ലോ. കാരണം കമലി അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കമലി പാടുന്ന ലൈൻ എന്താണ്, ഈ കള്ളന്മാര് ചെയ്യുന്ന പ്രവൃത്തിക്ക് മാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ എന്താണ് കമലിയുടെ ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു, ഖോദേ ഖരഡ് ഖരഡ് ഖോദേ ഖരഡ് ഖരഡ്. സോ അതിന് മാച്ച് ആയിട്ട് കള്ളന്മാർ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവര് ഭിത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കും കള്ളന്മാർ എന്ത് വിചാരിച്ചു, ചോർ സുൻകർ റുക്കുകേ, കള്ളന്മാർ ഈ പാട്ട് കേട്ടുന്നുണ്ട്, ഇത് ആരാണ് ഈ പാടുന്നത്, തുറക്കുന്നു ആരോ പാട്ട് പാടുന്നു അല്ലെ. കമലി അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഖോദേ ഖരഡ് ഖരഡ്. സോ കള്ളന്മാര് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേട്ടപ്പോ അവിടെ നിന്ന് 1 മിനിറ്റ്. ഓക്കെ. പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു ഇത് ആരാണ് ഈ പാട്ട് പാടുന്നതെന്ന്. സോ പിന്നെന്ത് സംഭവിച്ചു, സോ ചോർ സുൻകർ റുക്ക് ഗയേ, കുച്ച് ദേർ ബാദ് വേ ഛേദ് മേ സേ സരക് കർ ഘർ കെ അന്തർ ഘുസ്നെ ലഗേ. സോ ആ തുറന്ന ആ ഒരു എന്താണ് സുഷിരത്തിനകത്തു കൂടി ആ വീടിങ്ങനെ തുറന്നിട്ട് അതിന് ആ തുളയിൽ കൂടെ അകത്തേക്ക് എന്താണ്, നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ചെറിയ തുളയായിരിക്കും ഉണ്ടാക്കും, അതിലെ കൂടെ എന്താണ് നിരങ്ങി വേണം അകത്തേക്ക് കയറാൻ വേണ്ടി അല്ലേ. സോ കുച്ച് ദേർ ബാദ് വേ ക്യാ കർ രഹേ ഥേ, ഛേദ് മേ സേ സരക് കർ ഘർ കെ അന്തർ ഘുസ്നെ ലഗേ. സോ കള്ളന്മാർ അതിലെ കൂടെ നിരങ്ങി ആ സുഷിരത്തിന്റെ അകത്തു കൂടെ നിരങ്ങി അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് കമലി അടുത്ത ലൈൻ പാടുകയാണ്, എന്താണ്, സർക്കേ സരർ സരർ
സർക്കേ സരർ സരർ. മനസ്സിലാവുന്നുണ്ടോ? കള്ളന്മാർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും മാച്ച് ആയിട്ട് കമലിയുടെ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സർക്കേ സരർ സരർ. സർക്കേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരങ്ങി നിരങ്ങി അകത്തേക്ക് കയറുക. സോ കള്ളന്മാരെ അകത്തേക്ക് ആ സുഷിരത്തിൽ കൂടെ അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് കമലിയുടെ അടുത്ത ലൈൻ വരികയാണ് സർക്കേ സരർ സരർ. ഓക്കെ, അത് കേട്ടപ്പോ എന്താ സംഭവിച്ചത്? ചോർ ഘബരാ ഗയേ ഓർ ഇധർ ഉധർ ദേഖ്നെ ലഗേ. കമലിനെ ആകെ ഗായ. എന്തായിരുന്നു അടുത്ത ലൈൻ? ദേഖേ ഇധർ ഉധർ, ദേഖേ ഇധർ ഉധർ. ഓക്കെ, സോ കള്ളന്മാർ എന്താ വിചാരിച്ചത്? പാട്ട്, ഈ പാട്ട് കേട്ടോണ്ടപ്പോ അവര് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാച്ച് ആയിക്കൊണ്ട് കമലി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോ എന്താണ്? ചോർ ഘബരാ ഗയേ. ചോറ്, കള്ളന്മാര് പേടിച്ചു പോയി. പേടിച്ചു പോയിട്ട് എന്താണ് സംഭവിച്ചത്? ഇധർ ഉധർ ദേഖ്നെ ലഗേ. നാല് പാടും നോക്കാൻ തുടങ്ങി. സോ അത് ആ സമയത്ത് എന്താണ്? കമലിയുടെ അടുത്ത ലൈൻ വരികയാണ്. എന്താണ്? ദേഖേ ഇധർ ഉധർ, ദേഖേ ഇധർ ഉധർ. चोरों ने सोचा कि उस औरत ने हमें देख लिया है और वे दीवार कूद कर भागने लगे. कमली ने आखिरी पंक्ति गाई. എന്തായിരുന്നു? കൂതേ ഡഗർ ഡഗർ, കൂതേ ഡഗർ ഡഗർ. സോ ചോരോ നെ സോച്ചാ കി ഉസ് ഓരത് നെ ഹമേ ദേഖ് ലിയാ ഹേ. സോ കള്ളന്മാർ എന്ത് വിചാരിച്ചു? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും മാച്ച് ആയിട്ട് കമലി അവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ കള്ളന്മാർ എന്ത് വിചാരിച്ചു? ഈ സ്ത്രീ എന്താണ്? നമ്മളെ കണ്ടിട്ടാണ് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? കമലി ഒന്നും അറിയുന്നില്ല അല്ലെ? കമലി നേരത്തെ ഈ പാട്ട് എഴുതിയതാണ്. പക്ഷെ അത് കള്ളന്മാർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയായിട്ടും മാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ചോരോനെ സോച്ചാക്കി ഒരു സോരത്തിനെ ഹമേ ദേഖ് ലിയാ ഹേ. കള്ളന്മാര് വിചാരിച്ചു നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് കമലി ഈ പാട്ട് പാടുന്നതെന്ന്. ഓർ വേ ദീവാർ കൂത് കർ ഭാഗ്നെ ലഗേ. ഓർ അവരെന്ത് ചെയ്തു? ആ ഭിത്തി കൂടെ ചാടിക്കൊണ്ട് ഇറങ്ങി ഓടാൻ തുടങ്ങി അല്ലെ? സോ കമലിനെ ആഖരി പങ്ക്തി ഗായി. എന്താണ്? കൂതേ ഡഗർ ഡഗർ, കൂതേ ഡഗർ ഡഗർ. സോ ആ കള്ളന്മാർ ആ ഭിത്തി കൂടെ ചാടി പോവാൻ തുടങ്ങി, ചാടി ഓടുകയാണ്. സോ ആ ഓടുന്നതിനും മാച്ച് ആയിട്ട് എന്താണ്? കമലിയുടെ ലാസ്റ്റ് ലൈൻ വരികയാണ്. കൂതേ ഡഗർ ഡഗർ, കൂതേ ഡഗർ ഡഗർ. സോ എന്താ സംഭവിച്ചത് അതിനുശേഷം? यह सुनकर तो चारों ने कहा अब कभी यहाँ चोरी करने नहीं आएंगे. घर का मालिक छुपकर उन चारों को देख रहा था और कमली का गीत भी सुन रहा था. സോ എന്താണ് സംഭവിച്ചത്? യഹ് സുൻകർ തോ ചാരോനെ കഹാ. സോ കള്ളന്മാർ എന്ത് പറഞ്ഞു? 4 കള്ളന്മാരുണ്ടായിരുന്നു. ഓക്കെ, സോ 4 കള്ളന്മാർ എന്ത് പറഞ്ഞു? അബ് കഭി യഹാ ചോരി കർണേ നഹി ആയെങ്കി. സോ ഞങ്ങൾ ഇനി ഒരിക്കലും ഇവിടെ എന്താണ്? ഇവിടെ കക്കാൻ വേണ്ടി വരികയില്ല. ഓക്കെ, ഘർ കാ മാലിക് ഛുപ്കർ ഉൻ ചാരോ കോ ദേഖ് രഹാ താ. സോ ആ വീടിന്റെ എന്താണ്? ഉടമസ്ഥൻ, കള്ളന്മാർ ആ തുറന്നുകൊണ്ടിരുന്ന വീടിന്റെ ഉടമസ്ഥൻ എന്താണ്? ഒളിഞ്ഞിരുന്ന് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഓർ കമലി കാ ഗീത് ബി സുൻ രഹാ താ. ഓർ കമലി പാടുന്ന പാട്ടും കേട്ടോണ്ടിരിക്കുകയായിരുന്നു അല്ലെ? സോ ഉസ്കെ ബാദ് ക്യാ ഹുവാ? उसने बाहर आकर कहा वाह कमली तुमने तो कमाल कर दिया और तुम्हारे गीत ने तो बिन बुलाए मेहमानों को भगा दिया. उसने सभी को पूरी बात बताई. सभी ने कमली की बहुत प्रशंसा की. സോ എന്താണ് സംഭവിച്ചത്? നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ വെളിയിൽ വന്നിട്ട് കമലിയോട് പറയാണ്. എന്താണ് പറഞ്ഞത്? വാ കമലി തുമ്നെ തോ കമാൽ കർ ദിയ. കമലി നീ വളരെ സാമർഥ്യമുള്ളവനാണ്, നിന്റെ പ്രവൃത്തികൾ വളരെ അതിശയമുണ്ടാക്കി അല്ലേ? യു ആർ എ എന്താണ്? ഇന്റലിജന്റ് വിമൺ. ഓക്കെ, സോ നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ വെളിയിൽ വന്ന് കമലി ഇങ്ങനെ പ്രശംസിക്കാൻ തുടങ്ങി. कमली तुमने तो कमाल कर दिया. ओके, और तुम्हारे गीत ने तो बिन बुलाए मेहमानों को भगा दिया. और നിന്റെ പാട്ട് കാരണം എന്ത് സംഭവിച്ചു? ആ കള്ളന്മാർ ഓടിയും പോയി അല്ലെ? ബിൻ ബുലായ മെഹമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിക്കാതെ വിരുന്നിന് വന്നത്. ബിൻ ബുലായ മെഹമാൻ, കള്ളന്മാരെ ആരും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വീട്ടിലേക്ക് വരില്ലല്ലോ. അതുകൊണ്ടാണ് ബിൻ ബുലായ മെഹമാൻ, വിളിക്കാതെ ഇൻവൈറ്റ് ചെയ്യാതെ വന്ന ഗസ്റ്റുകൾ. ഓക്കെ, കള്ളന്മാരെ പറ്റിയാണ് പറയുന്നത്. बिन बुलाए मेहमान को तो भगा दिया. सो उसने सभी को पूरी बात बताई. सभी ने कमली की बहुत प्रशंसा की. സോ എന്താണ്? കമലിയുടെ പാട്ട് കാരണം കമലി പോലും അറിഞ്ഞില്ല
എന്താണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങള്. സോ കള്ളന്മാര് എന്താണ് അപ്പുറത്ത് നിന്ന് വീടിന്റെ ഭിത്തി തുറന്നുകൊണ്ടിരിക്കുവായിരുന്നു അകത്ത് കയറാൻ വേണ്ടിയിട്ട്. സോ തുറക്കുന്ന സമയത്ത് എന്താണ് കമലിയുടെ പാട്ട് വന്നു. എന്താണ് ഖോദേ ഖരട് ഖരട് ഖോദേ ഖരട് ഖരട്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ആ സുഷിരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നിരങ്ങി കള്ളന്മാർ അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോ അടുത്ത ലൈൻ വന്നു. എന്ത് വന്നു? സർക്കേ സരർ സരർ സർക്കേ സരർ സരർ അല്ലെ. അതിനുശേഷം കള്ളന്മാർ വിചാരിച്ചു ഇത് ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടുകൊണ്ട് കമലി അവിടെ ഇരുന്ന് പാട്ട് പാടുകയാണെന്ന്. സോ വെളിയിലോട്ട് വന്നിട്ട് എന്താണ് കള്ളന്മാര് 4 സൈഡും നോക്കാൻ തുടങ്ങി, ഇത് ആരാണ് ഈ പാട്ട് പാടുന്നതെന്ന്. അപ്പൊ അത് കേട്ടപ്പോ കമലിയുടെ അടുത്ത ലൈൻ വന്നു. എന്താണ് വന്നത്? ദേഖേ ഇധർ ഉധർ ദേഖേ ഇധർ ഉധർ അല്ലെ. അതിനുശേഷം കള്ളന്മാര് തീരുമാനിച്ചു, കാരണം എന്താണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയാണ് ഈ കമലി പാട്ട് പാടുന്നത്. സോ എന്താണ് കള്ളന്മാര് മതില് ചാടി ഇറങ്ങി ഓടാൻ തുടങ്ങി. അത് കേട്ടപ്പോ കമലിയുടെ അടുത്ത ലൈൻ വന്നു. എന്താണ്? കൂതേ ഡഗർ ഡഗർ കൂതേ ഡഗർ ഡഗർ. സോ കമലി എന്താണ് കമലി അറിയാതെ കമലിയുടെ പാട്ട് കൊണ്ട് എന്താ സംഭവിച്ചത്? കള്ളന്മാര് വീട്ടിൽ വന്നിട്ട് സാധനം മോഷ്ടിക്കാൻ വന്നതാണ് അല്ലെ. മോഷ്ടിക്കാതെ കമലിയുടെ പാട്ട് കേട്ടിട്ട് ഇറങ്ങി ഓടുകയാണ്. സോ അത് കണ്ടിട്ട് എന്താണ് ആ വീടിന്റെ ഉടമസ്ഥൻ കമലിയെ വിളിച്ചിട്ട് എന്താണ് എല്ലാവരുടെ മുമ്പില് എന്താണ് കമലിയെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. കമലിയുടെ പാട്ട് കാരണമാണ് ഞങ്ങളുടെ വീട്ടിലെ കള്ളന്മാര് കയറാതെ അവര് ഓടിപ്പോയതെന്ന് പറഞ്ഞിട്ട് കമലിയെ എല്ലാവരുടെ മുമ്പില് പ്രശംസിച്ചു. എല്ലാവർക്കും മനസ്സിലായോ കഥ?